ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. ഏകദേശം 10ഓളം വില്ലകളാണ് ഇവിടെ സെയിലിന് റെഡിയായി നിൽക്കുന്നത്. ഈ കാണുന്ന വില്ലകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവയ്ക്കൽ എല്ലാവർക്കും അറിയുന്നതാണ്. തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് സെയിലിന് റെഡിയായിട്ടുള്ള ഈ 10 വീടുകളും സ്ഥിതി ചെയ്യുന്നത്. തേവയ്ക്കൽ ജംഗ്ഷനിൽ നിന്ന് നോക്കുവാണെങ്കിൽ വെറും 500 മീറ്ററിൽ താഴെ മാത്രമാണ് നമുക്ക് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നിങ്ങൾ ഇതിന്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് കാണുമ്പോഴേക്ക് നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നിന്ന് തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് വെറും 1 കിലോമീറ്റർ മാത്രമാണ് വരുന്നത്. നമുക്ക് ബസ്സിന് പോകണമെങ്കിൽ തൊട്ടടുത്തുള്ള മെയിൻ ജംഗ്ഷനിലേക്ക് 500 മീറ്ററിൽ താഴെ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് വെറും 6.5 കിലോമീറ്ററും ഇടപ്പള്ളി ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ 8 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. നമുക്കിവിടെ അടുത്ത ഹോസ്പിറ്റൽ നോക്കുവാണെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വെറും 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ 19 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് മെജോറിറ്റി കാക്കനാടിന് അടുത്ത് വരുന്ന എല്ലാ സ്കൂളുകളുടെയും, അതായത് വിദ്യോദയ, അസീസി സ്കൂൾ, നൈപുണ്യ, മാർത്തോമ, ഇങ്ങനെ കാക്കനാട് സറൗണ്ടിംഗ് ആയി സ്ഥിതി ചെയ്യുന്ന എല്ലാ സ്കൂളുകളുടെയും സ്കൂൾ ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും കടന്നു പോകുന്ന ഒരു റൂട്ടിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് വരുന്ന എൻക്വയറികളിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിന്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ നൈപുണ്യ, അസീസി, മാർത്തോമ ഇവിടെയൊക്കെയാണ്. ഈ പറയുന്ന എല്ലാ സ്കൂളുകളുടെയും സ്കൂൾ ബസ്സുകൾ കടന്നു പോകുന്നത് നമ്മുടെ ഈ വില്ലയുടെ അടുത്തുകൂടിയാണ്. നമുക്ക് ഇവിടെ നിന്ന് 50 മീറ്റർ മാത്രം നടന്നു കഴിഞ്ഞാൽ റോഡിലേക്ക് എത്താം. അവിടെ നിന്ന് നിങ്ങൾക്ക് കുട്ടികളെ സുഖമായിട്ട് സ്കൂളുകളിലേക്ക് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് എല്ലാ മതവിഭാഗത്തിൽപ്പെടുന്നവരുടെയും ആരാധനാലയങ്ങൾ വരുന്നത്. വളരെ ചെറിയ ബഡ്ജറ്റിൽ നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്വന്തമാക്കാൻ കഴിയുന്ന കുറച്ച് വില്ലകളാണ് ഇവിടെയുള്ളത്. 2 ഫേസുകളിലായിട്ടാണ് ഇവിടെ വില്ലകൾ പണിത് കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന ഈ ഒരു ഫേസിൽ 5ഓളം വില്ലകളുണ്ട്. ഇതിന് തൊട്ടടുത്ത റോഡിലും ഇതുപോലെ 5 വില്ലകളാണ് ഉള്ളത്. അതിനകത്ത് 2 വില്ലകൾ മാത്രമാണ് സെയിലായിട്ടുള്ളത്. ബാക്കിയുള്ള 8ഓളം വില്ലകൾ സെയിലിന് റെഡിയായി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു, മെയിൻ റോഡിൽ നിന്നും വെറും 500 മീറ്ററിൽ താഴെ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതിലൂടെ ബസ്സുകൾ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാക്കനാട് വികാസവാണി റൂട്ടിലൂടെ ബസ്സുകൾ കടന്നു പോകുന്ന ഒരു വഴി കൂടിയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. വില്ലകളിലേക്ക് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച് വളരെ ഭംഗിയായിട്ടുള്ള വഴികളാണ് ഈ കാണുന്ന വില്ലകളുടെ എല്ലാം ഫ്രണ്ടിലൂടെ പോയിരിക്കുന്നത്. ഇവിടെയുള്ള 10 വില്ലകളിൽ 10 ഡിഫറെന്റ് ആയിട്ടുള്ള എലവേഷനുകളിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോന്നിന്റെയും ഇന്റീരിയർ നോക്കുവാണെങ്കിലും ഡിഫറെന്റ് ആണ്. 10 വില്ലകൾ നമുക്ക് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഓരോരോ വീടുകളുടെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഈ കാണുന്ന ഒരു വീടിന്റെയാണ് ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം തന്നെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഈ കാണുന്ന വീടിന്റെ മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. വളരെ ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് മതിൽ ചെയ്തിരിക്കുന്നത്. ഇടയ്ക്കുള്ള ചെറിയ പോർഷനുകളിൽ വന്നിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള പ്യൂർ വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയിലെല്ലാം ഡാർക്ക് ഗ്രേ ഷെയ്ഡും കൂടി അവർ വന്നിട്ടുണ്ട്. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ കളറുകളൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഭംഗിയുള്ള ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്പോട്ട് ലൈറ്റുകളും LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിന്റെ ഗേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡ് നോക്കുവാണെങ്കിൽ ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ പാർക്ക് ചെയ്യാവുന്ന വണ്ടികൾ നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു വലിയ കാർ തന്നെ ഈ കാണുന്ന പോർച്ചിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഫ്ലോറും സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം തന്നെ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീട്ടിലേക്ക് കയറിയിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തായിട്ടാണ് നമുക്കൊരു കിണർ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ വെള്ളത്തിനുള്ള ഓപ്ഷൻ ആയിട്ട് കിണറുണ്ട്. അതുകൂടാതെ മറ്റൊരു ഓപ്ഷൻ വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കൂടിയാണ്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഒരാൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സൈഡ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിവിടെ കിണർ കൂടാതെ തന്നെ ഞാൻ പറഞ്ഞു KWയുടെ വാട്ടർ ഉണ്ട്. അതിനുള്ള ടാങ്ക് കൂടി ഓൾറെഡി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടാണ് ബിൽഡർ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്.
സെയിം ടൈം വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിലും ഈ ഒരു സ്റ്റോൺസ് വിരിച്ചിരിക്കുന്ന ഏരിയ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് സൈഡിലേക്ക് നല്ല ഭംഗിയുള്ള നീറ്റായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ സൈഡിലൂടെയും ആൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ട് തന്നെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കാർപോർച്ചിന്റെ താഴെ വരുന്ന ഭാഗമൊക്കെ നോക്കിയാലും ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പില്ലർ നോക്കുവാണെങ്കിലും ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് പില്ലറിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നമുക്ക് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ഒക്കെ വിരിച്ചിട്ട് നല്ല ഭംഗിയുള്ള സിറ്റ് ഔട്ട് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 3 ചെയറുകളോളം ഇടാവുന്ന സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കാർപോർച്ചിന്റെ മുകളിലും സിറ്റ് ഔട്ടിന്റെ മുകളിലും ഒക്കെ ആവശ്യത്തിനുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് മെയിൻ ഡോറ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അത്യാവശ്യത്തിന് നല്ല ഭംഗിയുള്ള 2 പീസിന്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ആ വുഡിനകത്ത് നോക്കുവാണെങ്കിൽ കാണാം ചെറിയ ഒരു സിൽവർ പീസുകളൊക്കെ വെച്ചിട്ട് ബീഡിങ്ങുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് മെയിൻ ആയിട്ട് ഇവിടുത്തെ ഡോറുകളും വിൻഡോസും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കേബിളുകൾ വയറൊക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിന്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഫ്രഞ്ച് മോഡലിലാണ് 3 വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ 3 നോർമൽ വിൻഡോസും ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ വിൻഡോസും നോക്കുവാണെങ്കിൽ കാണാം പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം കോൺക്രീറ്റിനെ കവർ ചെയ്തുകൊണ്ട് വുഡ് തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ TV യൂണിറ്റ് വിസിബിൾ ആണ്. മൾട്ടിവുഡിൽ തന്നെ വളരെ ഭംഗിയായ ഡിസൈനോട് കൂടിയിട്ടാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് ഷെൽഫ് ഫെസിലിറ്റികളൊക്കെ ഡോർ വെച്ച് കവർ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും കാണാം ഭംഗിയായിട്ടുള്ള റൂഫിംഗ് വർക്കുകളും അതുപോലെ തന്നെ LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ എല്ലാ റൂമുകളിലും നമുക്ക് ഓരോ ഷോ ലൈറ്റും കിട്ടുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നല്ല പ്യൂർ വൈറ്റ് ആയിട്ടുള്ള ലോങ് മെട്രിഫൈഡ് ടൈലാണ് ഇവിടുത്തെ ഫ്ലോറുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോഴും എൻട്രൻസ് നോക്കിയാൽ കാണാം ഭംഗിയായിട്ട് മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡിലായിട്ടും 2 ഫ്രഞ്ച് മോഡൽ വിൻഡോസ് ആണ് കിട്ടുന്നത്. നേരെ നമ്മൾ ഡൈനിങ് സ്പേസിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡൈനിങ് സ്പേസിൽ നമുക്ക് വിൻഡോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തും 3 ഫ്രഞ്ച് വിൻഡോസ്, അവിടെയും 3 ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസിന്റെ എല്ലാം ഔട്ടർ പോർഷൻ വന്നിട്ട് വുഡ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ മുകളിലേക്ക് നോക്കുവാണെങ്കിലും കാണാം നല്ല രീതിയിൽ റൂഫിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് LED സ്ട്രിപ്പുകൾ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് LED ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നമുക്കിനി കാണാനുള്ളത് വാഷ് ഏരിയയാണ്. ഈ ഒരു സ്പേസിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് വാഷ് ഏരിയ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെ ഭംഗിയുള്ള ഡിസൈനുകളിൽ സെപ്പറേറ്റ് ഒരു ഏരിയയാണ് വാഷ് ബേസിൻ വെക്കാനായിട്ട് ചെയ്തിരിക്കുന്നത്. വലിയൊരു മിറർ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സെറയുടെയാണ് ഈ യൂണിറ്റ് വരുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ താഴെ വരുന്ന ഭാഗം കബോർഡുകളായിട്ടാണ് കൺവെർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡൈനിങ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിലെല്ലാം തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഹാൻഡ് റെയിൽസ് നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ നമുക്ക് നേരെ നോക്കുമ്പോൾ ഒരു വലിയ ഷെൽഫ് ഫെസിലിറ്റി അവിടെ കിട്ടുന്നുണ്ട്. പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് നല്ല ഓപ്പൺ ഷെൽഫായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ നമുക്ക് ഇൻവെർട്ടേഴ്സ് വെക്കാനും എന്തെങ്കിലും സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്കിതൊരു 3 BHK വീടാണെന്ന് പറഞ്ഞിരുന്നു. താഴെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്കിവിടെ 3 വിൻഡോസ് കാണാം. അതുകൂടാതെ ഈ സൈഡിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഡബിൾ കോട്ട് ഇടാനുള്ള സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മൾട്ടിവുഡ് കൊണ്ടുള്ള ഒരു വലിയ വാർഡ്രോബ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല ഹൈറ്റ് വെച്ചിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. വുഡൻ കളറും വൈറ്റ് കളറുമാണ് കോമ്പിനേഷൻ കളേഴ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ കൂടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ വിത്ത് കുറച്ച് ഓപ്പൺ ഷെൽഫുകളും കൂടി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിൽ നോക്കുവാണെങ്കിൽ നമ്മൾക്ക് കാണാം അത്യാവശ്യത്തിനുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് റൂഫിലെ വർക്കുകളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്.
ഇവിടെയായിട്ടാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിന്റെ ഡോറിന്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ വർക്കുകളെല്ലാം ജസ്റ്റ് ഫിനിഷ് ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടുത്തെ സാധനങ്ങളെല്ലാം അവിടെ ഇവിടേക്ക് ആയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ കിച്ചൺ ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഓപ്പൺ കിച്ചൺ കിട്ടുന്നത്. കിച്ചന്റെ എൻട്രൻസ് നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള മൾട്ടിവുഡ് കൊണ്ടുള്ള വർക്കുകളും മുകളിൽ CNC കട്ടിങ്ങിന്റെ ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. ഇവിടേക്ക് ഗ്ലാസ് ഡോറിൽ ഒരുപാട് പാർട്ടീഷൻസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് നമുക്ക് ഒരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നത്. ഇവിടെ ഡ്രോസ് കൊടുത്തിട്ടുണ്ട്. താഴെയും ഒരുപാട് ഓപ്പണിങ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു പോർഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എൻട്രൻസിൽ നോക്കിയാൽ കാണാം 2 ഹാങ്ങിങ് ലൈറ്റ്സ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. കിച്ചണിൽ നമുക്കൊരു 4 പേർക്കോ 3 പേർക്കോ വരെയൊക്കെ നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ കാണാം വൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രേ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് വന്നിട്ട് വൈറ്റ് കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. കിച്ചന്റെ ടോപ്പ് വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലാണെങ്കിൽ പോലും LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് കിച്ചന്റെ ആണെങ്കിൽ പോലും റൂഫ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡോർ തുറന്ന് പുറത്തേക്ക് വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസ് ആണ്. അതിന്റെ വർക്ക് കൂടെ മാത്രമാണ് നമുക്കിത് ജസ്റ്റ് കംപ്ലീറ്റ് ആവാറുള്ളൂ. സൈഡും മുകളിലെ പോർഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് നല്ലൊരു വർക്ക് ഏരിയ കൂടി നമുക്ക് ഇവിടെ ചെയ്ത് കിട്ടുന്നതാണ്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ആ ഒരു വോൾ നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് വോളിൽ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വോളിനകത്ത് നല്ല രീതിയിൽ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. പെർഗോള മോഡലിലാണ് ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. ഔട്ടർ ഫ്രെയിം എല്ലാം വന്നിട്ട് വുഡൻ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അകത്തെല്ലാം ഗ്ലാസ് ഇട്ട് സേഫ് ആക്കിയിരിക്കുകയാണ്. 2 സൈഡിലും നമ്മൾ റിസീവ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ള 2 ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ തുടങ്ങി നമുക്ക് റൂഫിലെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. മുകളിലേക്കൊക്കെ നല്ല രീതിയിൽ ആവശ്യത്തിനുള്ളതും സിമ്പിൾ ആയിട്ടുള്ളതുമായ ലൈറ്റ് ഫിറ്റിംഗ്സും റൂഫിംഗ് വർക്കുകളൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഹാളാണ് കാണാൻ പറ്റുന്നത്. വലിയൊരു ഹാളാണ് അത്യാവശ്യത്തിന് കിട്ടുന്നത്. നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയാണ് മുകളിലത്തെ നിലയിലുള്ള TV വയ്ക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോള് ഭംഗിയായിട്ടുള്ള വാൾപേപ്പറാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് നല്ല രീതിയിൽ തന്നെയുള്ളൊരു യൂണിറ്റാണ് നമുക്കൊരു TV വയ്ക്കാനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഷെൽഫുകൾ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന് മുകളിലൊക്കെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഈ ഒരു ഹാളിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്കൊരു റീഡിംഗ് ടേബിൾ, ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്കൊരു ബുക്ക് ഷെൽഫായിട്ടോ എന്തായിട്ട് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ള വാൾപേപ്പറാണ് ചെയ്തിരിക്കുന്നത്. അവിടെ മുകളിലും താഴെയൊക്കെ ആയിട്ട് നമുക്ക് ഷെൽഫ് ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. നമ്മളിവിടെ താഴെ ഒരു ബെഡ്റൂമാണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്, ബാൽക്കണി കാണാനുണ്ട്, യൂട്ടിലിറ്റി ഏരിയ കാണാനുണ്ട്. നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. നേരെ നമുക്ക് 3 വിൻഡോസ് കാണാം. ആ ഒരു ഭാഗത്തും 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് കടന്നു വരുന്ന സമയത്ത് വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ഏകദേശം ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വാർഡ്രോബുകൾക്ക് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡൻ ഫിനിഷോട് കൂടിയിട്ടാണ് മൾട്ടിവുഡിൽ വാർഡ്രോബുകൾ ചെയ്തെടുത്തിരിക്കുന്നത്. അതിനോട് കൂടി തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ റൂഫിൽ നോക്കുവാണെങ്കിലും നല്ല രീതിയിൽ വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അവിടെ കണ്ടത് കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടും ചെറിയൊരു അറേഞ്ച്മെന്റ് ഇതുപോലെ കിട്ടുന്നുണ്ട്. ചെറിയ ഷെൽഫ് ഫെസിലിറ്റി വരുന്നുണ്ട്. താഴെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ആ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ വന്നിട്ട് സെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് വൈറ്റ് ആൻഡ് ഗ്രേ കളറിലുള്ള ഫിനിഷോട് കൂടിയ ടൈലുകളാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഈ ഒരു ഹാളിലേക്കാണ് വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു ഡോറുണ്ട്. അത് വന്നിട്ട് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഔട്ടർ ഫ്രെയിം ഇട്ടിട്ട് അകത്തെല്ലാം തന്നെ ടഫൻ്റെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റൂഫിൽ നോക്കിയാലും കാണാം ആവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ വരുന്നുണ്ട്.
ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാം നമ്മുടെ കാർ പോർച്ചിൻ്റെ മുകളിലുള്ള ഭാഗമാണ് ഈ കാണുന്നത്. നമുക്കിവിടെ ഭംഗിയായിട്ട് ചെടിച്ചട്ടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടാനും നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ്. നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരാൾക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ ചെടിച്ചട്ടികളൊക്കെ വയ്ക്കാനും അറേഞ്ച് ചെയ്യാനും ഒക്കെ ഉള്ള ആ ഒരു സ്ട്രെങ്ത്തോട് കൂടിയിട്ട് തന്നെയാണിത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ ബാൽക്കണി കണ്ടു, ഒരു ബെഡ്റൂം കണ്ടു. ഇനി നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം കൂടിയാണ് കാണാനുള്ളത്. നേരത്തെ കണ്ട ബെഡ്റൂമിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഒരു വലിയ ബെഡ്റൂമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു ഡബിൾ കോട്ട് ഇടാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. നേരെ 3 വിൻഡോസും ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെയും വാർഡ്രോബുകൾ നോക്കുകയാണെങ്കിൽ സെയിം മെറ്റീരിയലിൽ സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുകയാണെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്. ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കിട്ടുന്നത്. ബാത്റൂമിനകത്തുള്ള ടൈലുകളുടെ കോമ്പിനേഷനൊക്കെ സെയിം തന്നെയാണ്. ആ ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് ഡാർക്ക് ഷെയ്ഡോട് കൂടിയിട്ടുള്ള ഒരു കളർ ഗ്രേ ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഇവിടെ നമ്മൾ മുകളിലത്തെ TV യൂണിറ്റ് വെക്കാനുള്ള സ്പേസ് കണ്ടിരുന്നു. അതിനടുത്തായിട്ട് നമുക്കൊരു ഡോർ ഉണ്ട്. അതിവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള എൻട്രൻസ് ആണ്. യൂട്ടിലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഫ്ലോറിന് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ഗ്രിപ്പോട് കൂടി ഗ്രേ കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് സേഫ് ആയിട്ടും കംപ്ലീറ്റ് ആയിട്ടും ഒരു റൂം പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് കോൺക്രീറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 സ്ഥലത്ത് ഓപ്പണിംഗ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ആ കാണുന്ന ഡോറ് തുറന്നാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ടെറസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ കണ്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. നമുക്ക് ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് ബസ് റൂട്ടിലേക്കൊക്കെ വെറും 500 മീറ്ററിൽ താഴെ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു കാക്കനാട് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന എല്ലാ നല്ല സ്കൂളുകളുടെയും അത്യാവശ്യം നല്ല എല്ലാം സ്റ്റേറ്റ് സിലബസ് ആണെന്നുണ്ടെങ്കിലും CBSE എല്ലാം ഫോളോ ചെയ്യുന്ന എല്ലാ സ്കൂളുകളുടെയും തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നത് നമ്മളുടെ വില്ലകളുടെ ഫ്രണ്ടിലെ റോഡിൽ കൂടിയാണ്. വെറും 50 മീറ്റർ മാറിക്കഴിഞ്ഞാൽ എല്ലാ സ്കൂൾ വാഹനങ്ങളും കടന്നു പോകുന്ന റോഡാണ്. നല്ലൊരു ലൊക്കേഷനിൽ തന്നെയാണ് ഈ കാണുന്ന വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. 10ഓളം വില്ല പ്രൊജക്ടുകളാണ് സെയിലിന് റെഡി ആയിട്ട് നിൽക്കുന്നത്. തേവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാം. ഇവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടാൻ വളരെ എളുപ്പമാണ്. ബസ് റൂട്ടിന് വളരെ അടുത്താണ്. ഇവിടെ ഈ പറയുന്ന ബഡ്ജറ്റിൽ ഒരു വീട് വന്നു കഴിഞ്ഞാൽ അത് എപ്പോൾ സെയിലായി എന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ടാണ് കംപ്ലീറ്റ് വർക്കുകൾ ഫിനിഷ് ആവുന്നതിന് മുമ്പ് തന്നെ മാർബിൾ ഹോംസ് ഈ വീടുകളുടെ എല്ലാം വീഡിയോകൾ എടുത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരുന്നത്. അതേ ചൂടോടുകൂടി തന്നെ വേണം നിങ്ങൾ മാർബിൾ ഹോംസിലേക്ക് വിളിക്കാനും വീടുകൾ കാണാൻ വരാനായിട്ടും. എത്രയും പെട്ടെന്ന് വിളിക്കുക. ഈ വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് 3 സെന്റ് ഓഫ് ലാൻഡിലാണ്. 3 സെന്റ് ലാൻഡിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ടാണ്. പല വില്ലകളിലും 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും. ചില വില്ലകളിൽ 1 വാഹനമാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. വെള്ളത്തിന് വേണ്ടിയിട്ട് നമുക്ക് കിണർ വെള്ളമുണ്ട്. KW ആണ് മറ്റൊരു ഓപ്ഷൻ ഉള്ളത്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന വില്ലകളുടെ റേറ്റ് നോക്കുവാണെങ്കിൽ 73 ലക്ഷം 75 ലക്ഷം ഇങ്ങനെയുള്ള 2 പ്രൈസ് കാറ്റഗറികളിലായിട്ടാണ് വില്ലകൾ വരുന്നത്. ഇതിന്റെയൊക്കെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഇന്നിപ്പോൾ കണ്ട വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 3 സെന്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി ചെയ്തിരിക്കുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ് 73 ലാക്സ് ആണ്. 73 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഇത് സ്വന്തമാക്കാനും കാണാനും എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പറുകൾ നോട്ട് ചെയ്തോളൂ. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.